ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഞങ്ങൾ തിരിച്ച് ബഹ്റൈനിലേക്ക് വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഒരു 1.5 മാസത്തോളം കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ബഹ്റൈനിലോട്ട് ചേക്കേറുകയാണ്. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് എയർപോർട്ടിൽ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 6 o'clock ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്ന് കുട്ടികളൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ക്യൂവിൽ നിൽക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു സർവീസ് ഉണ്ട്, സ്പീഡ് വിങ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യൂവിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ കയറി വരാം. അപ്പോൾ അതിന് ഞങ്ങൾക്ക് 3 പേര് പാസഞ്ചേഴ്സ് എത്ര പേരുണ്ടെന്ന് ചോദിക്കട്ടെ. അപ്പോൾ 3 പേർക്ക് ഞങ്ങളുടെ ഇന്ന് ചാർജ് ചെയ്തത് 1000 rupees ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തോളും, നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുന്നവർ, അതായത് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ക്യൂവിൽ നിൽക്കാതെ ഇതുപോലുള്ള സർവീസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് അറിഞ്ഞില്ലായിരുന്നു. നമ്മളുടെ ലഗേജൊക്കെ ഇടുന്നത് വരെ അവർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും സെറ്റാവുന്നത് വരെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ കയറുമ്പോൾ മാത്രം അവർ ജസ്റ്റ് അതും അവർ കാണിച്ച് തന്നിട്ട് നമുക്ക് പോവും. അപ്പോൾ ഞാൻ ഇതുവരയ്ക്കും ഈ ഒരു സർവീസ് യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് ഫസ്റ്റ് ടൈം. ഇങ്ങനൊരു സർവീസ് ഉണ്ട് എന്നറിയുന്നതും ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ മിക്കവാറും ചിലപ്പോൾ റിട്ടേൺ വരുന്നത് കോയമ്പത്തൂരിൽ നിന്നായിരിക്കും. അപ്പോൾ എയർ അറേബ്യയാണ് കൂടുതലും കോയമ്പത്തൂരുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ സർവീസ് അവിടെ ഉണ്ട് സാധാരണ, പക്ഷേ ഇങ്ങനത്തെ ക്യാഷ് കൊടുത്തിട്ടുള്ള സർവീസ് ഒന്നുമില്ല. അല്ലാതെ നമുക്ക് ജസ്റ്റ് അവർ എല്ലാം ലഗേജസും കാര്യങ്ങളൊക്കെ ഇതാക്കി തരും. പിന്നെ എന്താ പറയുക, ഇത് കുറച്ചും കൂടി കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് എനിക്ക് കുറച്ചും കൂടി ബെറ്ററാന്ന് തോന്നി. ക്യാഷ് ഒരു സെക്കൻഡ് സമയത്തിന് 1000 rupees പോകും, എന്നാലും ഓക്കെ എന്ന് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും കൊച്ചിൻ എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ ഒരുപാട് ക്യൂസും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സർവീസ് ഒന്ന് നിങ്ങൾ സ്പീഡ് വിങ്സിൻ്റെ സർവീസോ അതല്ലാതെ വേറെ കമ്പനീസും കാര്യങ്ങളും ഉണ്ട് അവിടെ, അവരൊന്ന് അപ്രോച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ മോൻ ഇവിടെ എയർപോർട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് കാണുമായിരുന്നു. ഇതാണ് കൊച്ചിൻ എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ കുറച്ച് വ്യൂസാണ് കേട്ടോ. അപ്പോൾ മോൻ ആദ്യം പറഞ്ഞായിരുന്നു ഞാൻ തിരിച്ച് ബഹ്റൈനിലോട്ട് വരുന്നില്ല അമ്മയെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാനിവിടെ പഠിക്കുകയാണ്, അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ സ്കൂളുണ്ട്, അവിടെയാണ് ഞാൻ പഠിക്കുന്നത്, ഇനി തിരിച്ച് വരുന്നില്ല. ഈവൻ കേരളത്തിലേക്ക് റിട്ടേൺ വരാൻ തന്നെ അവന് താല്പര്യം ഉണ്ടായില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, തിരിച്ച് ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ വണ്ടിയിൽ കാറിൽ കയറിയ സമയത്ത് പിന്നെ ആളുടെ മൈൻഡ് സെറ്റ് മാറി. അങ്ങനെയായിരുന്നു, കുട്ടികൾ അങ്ങനെയാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ കഫ്റ്റേരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ബ്ലാക്ക് ടീ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഫുഡൊന്നും മേടിക്കാൻ നിന്നില്ല, ബിക്കോസ് രാവിലെ ആയതുകൊണ്ട് എന്തെങ്കിലും കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് അതെന്തെങ്കിലും സെറ്റായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയിൽ ജാം അപ്ലൈ ചെയ്തിട്ട് റോൾ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് എയർപോർട്ടിൽ വെച്ച് തന്നെ അത് നമ്മൾ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനത് കൊടുത്തായിരുന്നു. പിന്നെ അവരും ഹാപ്പിയായി, അതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ് ബ്രെഡും ജാമും റോൾ ചെയ്തിട്ട് കഴിക്കാനായിട്ട്, ചപ്പാത്തിയും ജാമും റോൾ ചെയ്തിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് അയ്യോ ഞങ്ങൾ കഴിക്കുമ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഫ്ലൈറ്റ് എത്തി. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് ഞങ്ങൾ ബസ്സിലോട്ട് കയറി കേട്ടോ. അപ്പോൾ മക്കൾക്ക് അവിടെ തന്നെ സീറ്റ് കിട്ടി. അപ്പോൾ അവരെ ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ നിന്നിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ എയർ ഇന്ത്യ എക്സ്പ്രസ് ട്രാവൽ ചെയ്യുന്നത്. ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ബഹ്റൈനിൽ വരുന്ന സമയത്ത് മോസ്റ്റ്ലി എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഞാൻ ട്രാവൽ ചെയ്യാറുള്ളത്. എനിക്കങ്ങനെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ കുറേ ഫ്രണ്ട്സും ക്യാബിൻ ക്രൂസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്താ പറയുക,
ലഗേജ് നമ്മൾ എടുക്കാനായിട്ട് ലഗേജ് ആക്ച്വലി ഈ ഇത് വന്നിട്ട് ഞാൻ ഹാൻഡ് ലഗേജാണ്. ആക്ച്വലി ഞാൻ വിചാരിച്ചു അത് നമുക്ക് ലഗേജിൽ ഇടാമെന്ന് വിചാരിച്ചു, പക്ഷെ അവർ സമ്മതിച്ചില്ലായിരുന്നു. ആക്ച്വലി കുറച്ച് വെയിറ്റും കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എടുത്ത് വരേണ്ടി വന്നു കേട്ടോ. ഞാൻ മോസ്റ്റ്ലി ലഗേജസ് എല്ലാവരും ഞാൻ ഹാൻഡ് ലഗേജ് വരയ്ക്കും ഞാനത് ലഗേജിൽ ഇടാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഒരു ലഗേജ് നമുക്ക് എടുക്കേണ്ടി വന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്പീഡ് വിങ്സിൻ്റെ ആ പയ്യനാണ് കേട്ടോ പറഞ്ഞത്, ചേച്ചി മറ്റേ ട്രോളി ബാഗ് എടുത്തു, അതാകുമ്പോൾ ചേച്ചിക്ക് കയ്യിൽ പിടിക്കാൻ ഏറ്റവും എളുപ്പമാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അതുകൊണ്ട് ഞാൻ ട്രോളി ബാഗ് എടുത്തു കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിരുന്നു കൊണ്ടുവരാനായിട്ട്. പിന്നെന്താ, എല്ലാവരും ഫ്ലൈറ്റിൽ കയറി. നമ്മളുടെ എന്താ പറയുക, ഇത് ഫ്ലൈറ്റിനുള്ളിലുള്ള വ്യൂസും കാര്യങ്ങളാട്ടോ. അപ്പം നിങ്ങൾ കുറച്ച് നേരം വീഡിയോസൊക്കെ വാച്ച് ചെയ്യൂ. എൻ്റെ സൗണ്ട് കുറച്ച് നേരം ഞാൻ സൈലൻ്റ് ആക്കി വെക്കാം കേട്ടോ. नमस्कार, कृपया ध्यान दें। विमान में ईंधन भरने की प्रक्रिया जारी है, इसलिए सभी अतिथियों से निवेदन है कि वे अपने स्थान। അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി. എന്താ പറയുക, ഫ്ലൈറ്റ് എടുക്കാറായിട്ടോ. ഫ്ലൈറ്റിനുള്ളിൽ കയറിയിട്ട് നമ്മൾ എടുക്കുന്ന വ്യൂസ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആകാശം എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്രേസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ. എനിക്ക് കാണുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും നിങ്ങൾ എൻ്റെ ലൈവും കാര്യങ്ങളും കാണുമ്പോൾ അറിയാം, എൻ്റെ വീട്ടിൽ പോയി മിക്കവാറും ഞാൻ ടെറസിൻ്റെ മേലെ ഈവനിങ് ടൈമിൽ മേലെ പോയിട്ടിരിക്കും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഫ്ലൈറ്റ് എടുക്കാറായി. എന്താ പറയുക, ഫ്ലൈറ്റ് ഫസ്റ്റ് പോകുന്ന ഒരു ഇതാണ് കേട്ടോ. ഫസ്റ്റൊക്കെ ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് നമുക്ക് പുതിയതായിട്ട് കയറുന്നവരാണെങ്കിൽ ചില സമയത്ത് കാതൊക്കെ ഇങ്ങനെ അടയ്ക്കും. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും കയറുമ്പോൾ എല്ലാവരും ഒന്നില്ലെങ്കിൽ കോട്ടൺസ് കയ്യിൽ കരുതുക. അപ്പോൾ നമ്മളുടെ ചെവിടിനുള്ളിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ, വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാതൊന്നും അടയ്ക്കാതിരിക്കാൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് യൂസ്ഡ് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇപ്പോൾ എനിക്ക് ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരാറില്ല. അങ്ങനെ ഫ്ലൈറ്റ് മേലേക്ക് പറന്നു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ആകാശത്തിലെത്തി. ഈശ്വര, എന്തൊരു വൈബാണെന്ന് നോക്കി. ഇങ്ങനെ ഞാൻ ചിലപ്പോൾ വിചാരിക്കും, ഇത് തുറന്ന് നമുക്ക് ഇതിൻ്റെ മേലെങ്ങാനിങ്ങനെ പറന്ന് നടക്കാൻ പറ്റിയെങ്കിൽ എന്ന് വിചാരിക്കാറുണ്ടോ കേട്ടോ. അങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ എനിക്കറിയത്തില്ല. എൻ്റെ കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ആകാശം കാണാനൊക്കെ. ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങനെ പറക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കൂ കേട്ടോ, ഇനി എൻ്റെ അമ്മ എങ്ങാനും അവിടെ എങ്ങാനുണ്ടോ, എന്നെ നോക്കി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ
ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇട്ടത്. സോറി. ഓക്കെ പോട്ടെ. പിന്നെ ഇതാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ചെറിയൊരു കാഴ്ചകൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് വ്യൂസൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. എന്നിട്ട് ഞാൻ വീണ്ടും സൗണ്ടായിട്ട് തിരിച്ചെത്തുന്നതാണ് കേട്ടോ. ആഹാ, എന്താ രസമല്ലേ മേഘങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിനുള്ളിൽ കയറി വരാമെന്ന് പറയുന്നത് ഒരു രസമുള്ള കാര്യമാണ് കേട്ടോ. എന്നാൽ അതേസമയം പേടിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഫുഡ് നമുക്ക് വേണമെങ്കിൽ ക്യാഷ് കൊടുത്ത് മേടിക്കാം. അപ്പോൾ കുട്ടികൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് സ്നിക്കേഴ്സ് മതി എന്ന് പറഞ്ഞപ്പോൾ സ്നിക്കേഴ്സും ഞാൻ ക്യാപ്പിച്ചിനോ ആണ് മേടിച്ചത്. സ്നിക്കേഴ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 150 റുപ്പീസ്, അതേപോലെ കോഫിയുടെയും റേറ്റ് 150 ആണ്. ടോട്ടൽ എനിക്ക് 300 റുപ്പീസാണ് കേട്ടോ ആയത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ വന്നിട്ട് ബഹ്റൈനിലെത്തി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ അതിൻ്റെ ചിറകുകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആവുന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ആക്ച്വലി നോട്ടീസ് ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ബോധേഡാവുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാലമൊന്നും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ മക്കൾക്ക് എന്താ പറയുക, അവർ ഹാപ്പിയായി, അവർ ബഹ്റൈനിലെത്തി. അത്രയും നേരം നമ്മൾ ഒരു 3-4 മണിക്കൂറത്തെ ട്രാവൽ, 4 മണിക്കൂർ മിണ്ടാണ്ട് അതിൽ കുത്തിയിരിക്കേണ്ട ഒരു സങ്കടം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും തീർന്ന് ചെറിയ ആൾക്ക്, കുട്ടികൾക്ക് നമ്മളിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആൾ ഹാപ്പി ആയിട്ട് ബഹ്റൈനിലെത്തിയപ്പോൾ അത് ബഹ്റൈനിലെ കുറച്ച് വ്യൂസ് ഞാൻ അവിടെ ബഹ്റൈനിൽ എയർപോർട്ടിൻ്റെ വ്യൂസ് അങ്ങനെ അധികം എടുക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാതിരുന്നത്. ജസ്റ്റ് ഷോർട്സിൻ്റെ എടുത്ത വീഡിയോസാണ് ഞാൻ ചെറുതായിട്ട്, അത് ഞാൻ വരുന്ന സമയത്ത് എടുത്ത കുറച്ച് ക്ലിപ്സാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തത്. വരുന്ന സമയത്ത് ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൻ്റെ ആ സമയത്ത്, പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ചെറിയ ഷോർട്സിനെടുത്ത കുറച്ച് ക്ലിപ്സ് ഉണ്ടായിരുന്നു, അതാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ബഹ്റൈനിലെത്തിയതിൻ്റെ ഒരു സെൽഫി വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ എന്താ പറയുക, ഫൈനലി 1.5 മാസത്തിന് ശേഷം നമ്മളുടെ ഫാമിലിയും ഒക്കെ വിട്ടിട്ട് നമ്മൾ തിരിച്ച് ബഹ്റൈനിൽ എന്താ പറയുക ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. നാട്ടിലാകുമ്പോൾ കൂട്ടുകുടുംബമാണ്, ഒരുപാട് പേരുള്ള ഫാമിലിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. അവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച്
മെൻ്റൽ പ്രഷറും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ടെൻഷൻസ് കൂടുതലെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാട്ടിൽ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. അപ്പോൾ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സപ്പോർട്ടേഴ്സിനും എൻ്റെ താങ്ക് യു സോ മച്ച്. ഇനിയും മുന്നോട്ടുള്ള വീഡിയോസിന് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു ഓൾ.